നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൗകര്യം ഒരുക്കാതെയുള്ള സ്കൂൾ കെട്ടിട ഉദ്ഘാടനത്തെ ചൊല്ലി തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലിൽ തർക്കം. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന സമൃദ്ധ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ ആയുർവേദ ദിനാഘോഷത്തിന് തൊടുപുഴയിൽ തുടക്കമായി. ഇതിനോടനുബന്ധിച്ച് നടത്തിയ വിളംബര ജാഥ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഫ്ളാഗ് ഓഫ് ചെയ്തു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വഴുത്തലയിലുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ആയുർവേദ ദിനം ആഘോഷിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ ഇറണാകുന്നേൽ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭൂപതിവ ചട്ടഭേദഗതിക്കെതിരെ അറക്കുളത്തെ കർഷക കൂട്ടായ്മ. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൗകര്യം ഒരുക്കാതെയുള്ള സ്കൂൾ കെട്ടിട ഉദ്ഘാടനത്തെ ചൊല്ലി മുനിസിപ്പൽ കൗൺസിലിൽ തർക്കം. സ്കൂളിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാതെ തുറന്നു നൽകരുതെന്ന് മുൻ ചെയർമാനും കൗൺസിലറുമായ സനീഷ് ജോർജ് പറഞ്ഞു. തർക്കത്തിനൊടുവിൽ സ്കൂൾ ഉദ്ഘാടനം തീരുമാനമാകാതെ കൗൺസിൽ പിരിഞ്ഞു. തൊടുപുഴ നഗരസഭയിലെ 29-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കോലാനി UP സ്കൂളാണ് ചൊവ്വാഴ്ച ചേർന്ന മുനിസിപ്പൽ കൗൺസിലിൽ ചർച്ചാ വിഷയമായി മാറിയത്. വാർഡ് കൗൺസിലർ മെർലി രാജുവാണ് അജണ്ടയിൽ സ്കൂൾ ഉദ്ഘാടനത്തിന്റെ വിവരം കൗൺസിലിന് മുൻപാകെ വെച്ചത്. എന്നാൽ സ്കൂളിന് അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ സ്കൂൾ തുറന്നു കൊടുക്കുവാനുള്ള നീക്കത്തെയാണ് കൗൺസിലറും മുൻ ചെയർമാനുമായ സനീഷ് ജോർജ് എതിർത്തത്. സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഈ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ പലതവണകളായി 47 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. കെട്ടിട നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തുകയും ചെയ്തു. എന്നാൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് CPMന്റെ പ്രാദേശിക ഘടകത്തിന്റെ നിർദ്ദേശപ്രകാരം വാർഡ് കൗൺസിലർ മെർലി രാജുവും CPMന്റെ പ്രാദേശിക നേതാക്കളും ചേർന്ന് സ്കൂൾ കെട്ടിടം തട്ടിക്കൂട്ടി ഉദ്ഘാടനം നടത്തുവാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് സനീഷ് ജോർജിന്റെ ആരോപണം. സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ നിർദ്ദേശം പോലും പാലിക്കാതെയും മുനിസിപ്പൽ കൗൺസിലിന്റെയും മുനിസിപ്പൽ ചെയർമാന്റെയും അനുമതി മേടിക്കാതെയും ഒക്ടോബർ 5-ന് സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം നിർവഹിക്കുവാനായിരുന്നു തീരുമാനം. ഇതിനെയാണ് സനീഷ് ജോർജ് എതിർത്തത്. സനീഷ് ഉയർത്തിയ വാദങ്ങൾ ശരിയാണെന്ന് കൗൺസിലിലെ ഭൂരിപക്ഷം അംഗങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. സനീഷ് ജോർജ് വ്യക്തമാക്കിയ കാര്യങ്ങൾ വസ്തുതാപരമാണെന്ന് LDF കൗൺസിലർ R. ഹരിയും പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം നടത്തുവാൻ അനുവദിക്കില്ലെന്നും സനീഷ് ജോർജ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സമൃദ്ധ ഗ്രാമം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെയും കൃഷിഭവന്റെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന തരിശുരഹിത ഗ്രാമം എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. സമൃദ്ധ ഗ്രാമം എന്ന പേരിൽ വെള്ളിയാമറ്റം പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ള വിവിധ ഉപപദ്ധതികളിൽ ഉൾപ്പെട്ട പദ്ധതിയാണ് തരിശുരഹിത ഗ്രാമം. 12 വർഷങ്ങൾക്ക് മുൻപ് ഉരുൾപൊട്ടി തകർന്നു പോയതും തരിശുരഹിത ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിയോഗ്യമാക്കിയതുമായ കല്യാണി നെടുതാനിക്കൽ, നാരായണൻ തെരുവേൽ എന്നിവരുടെ നിലത്ത് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പച്ചക്കറി തൈ നട്ട് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതൊരു തുടർച്ചയായി വെള്ളിയാമറ്റത്തിന്റെ മുഖമുദ്രയായി നമ്മൾ ഒരുപാട് വെല്ലുവിളികളെ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ്. നമുക്ക് ധാരാളം പ്രതിസന്ധികളുണ്ട്, പരിമിതികളുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോ ഇങ്ങനെയുള്ള ഈ ഒരു കൂട്ടായ്മയിലൂടെ ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് വലിയ മുന്നേറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. അതിന് നേതൃത്വം കൊടുത്ത നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ എവിടെയെല്ലാം തരിശ് ഭൂമിയുണ്ടോ അതിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരികയാണ്. മുറ്റത്തൊരു പന്തൽ എന്നുള്ള ആ ഒരു പ്രോജക്റ്റ് കുടുംബങ്ങളെ കൊണ്ട് ഏറ്റെടുപ്പിച്ചു, സ്കൂളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു. ഏതെല്ലാം തരത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരല്പം സമയം ഇതിലേക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന മുഴുവൻ ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ സാധിച്ചു എന്നുള്ളതാണ്. തുടർന്ന് കല്യാണി നെടുതാനിക്കൽ, നാരായണൻ തെരുവിൽ എന്നിവരെ പൊന്നാട അണിയിച്ചു. ഇവരോടൊപ്പം തൊഴിലുറപ്പ് മേറ്റ് സൗദാമിനി സുധീറിനെയും ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് ഒരു മുറ്റത്ത് ഒരു പന്തൽ പദ്ധതിയുടെ തൈനടിയിൽ കർമ്മം അനിൽകുമാർ പതിക്കൽ, ബാലകൃഷ്ണൻ കാനവരയ്ക്കൽ, രാജീവ് വണ്ടനാനിക്കൽ,
ദിവാകരൻ കാനവരയ്ക്കൽ എന്നിവരുടെ വീട്ടുമുറ്റത്ത് ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച വെള്ളിയാമറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KM ജോസ് കോയിക്കാട്ടിൽ ഒരു മുറ്റത്ത് ഒരു പന്തൽ പദ്ധതിയുടെ ലോഗോ പ്രകാശനം ചെയ്തു. തരിശുരഹിത ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വിവിധ വാർഡുകളിൽ നിന്നും കണ്ടെത്തിയ 16.5 ഏക്കർ സ്ഥലങ്ങളിൽ ആദ്യഘട്ടം കൃഷിയോഗ്യമാക്കിയ 9 ഗ്രൂപ്പുകൾക്കുള്ള വിത്തിനങ്ങളുടെ വിതരണം ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ മാനസ് D, ഇളംദേശം ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അജയ് AJ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമായ കപ്പ, കൂർക്ക, മധുരക്കിഴങ്ങ് എന്നിവയുടെ ഏറ്റവും പുതിയ ഇനങ്ങളും കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി വിത്തുകളും വിവിധ ഗ്രൂപ്പുകൾക്ക് പദ്ധതി പ്രകാരം കൃഷി ചെയ്യാൻ നൽകിയിട്ടുണ്ട്. കൃഷി ഓഫീസർ നിമിഷ അഗസ്റ്റിൻ, തൊഴിലുറപ്പ് AE ബിനിൽ B എന്നിവർ പദ്ധതിയുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോസുകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS ജോൺ, പഞ്ചായത്ത് അംഗങ്ങളായ പോൾ സെബാസ്റ്റ്യൻ കാരോട്ടുകുന്നേൽ, ഇന്ദു ബിജു, അഭിലാഷ് രാജൻ, കൃഷ്ണൻ VK, ഊരുമൂപ്പന്മാരായ നാരായണൻ TI, അപ്പുക്കുട്ടൻ ES, അംഗൻവാടി വർക്കർ സബിത സജീവ്, ST പ്രൊമോട്ടർ അഭിജ രാജ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ജൈനമ്മ, കൃഷി അസിസ്റ്റന്റുമാരായ ബിജു PN, അരുൺകുമാർ PD എന്നിവർ സംസാരിച്ചു. പൊതുപ്രവർത്തകർ, ST പ്രൊമോട്ടർമാർ, തൊഴിലുറപ്പ് മേറ്റുമാർ, തൊഴിലാളികൾ, കർഷകർ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റ് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ 1ാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. തൊടുപുഴ നൈനാർപള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുഹമ്മദ് സക്കീർ നിർവഹിച്ചു. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ K കക്കൂത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലയിലെ 1ാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. തൊടുപുഴ നൈനാർപള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിശീലന ക്ലാസിന്റെ ഉദ്ഘാടനം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുഹമ്മദ് സക്കീർ നിർവഹിച്ചു. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അള്ളാഹുവിന്റെ അതിഥികളാണ് എന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എത്രയോ അനുഗ്രഹീതമായ മഹാസൗഭാഗ്യത്തിലേക്കാണ് അള്ളാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞാൽ ഇനിയുള്ള ഒരു നിമിഷവും നമുക്ക് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും വിട്ടുനിൽക്കാൻ കഴിയില്ല. നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് പരിശുദ്ധമായ കഅബയിലേക്കാണ്. പരിശുദ്ധമായ കഅബയുമായുള്ള നമ്മുടെ ബന്ധം അത് നമ്മൾ പിറന്നു വീണത് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിലേക്ക് ഒരു ശിശു ജനിക്കുന്ന നിമിഷം ആ ശിശുവിന്റെ ചെവിയിൽ, വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇഖാമത്തും കൊടുക്കപ്പെടുന്നത് നമുക്കറിയാം. നമ്മൾ ഓരോരുത്തരും അത് കേൾക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകപ്പെട്ട ആളുകളാണ്. ആ ബാങ്കിന്റെ ശബ്ദം മുഴങ്ങിയ പരിശുദ്ധമായ കഅബ, ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബക്ക, പരിശുദ്ധമായ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ മുഴക്കപ്പെട്ട ആ പരിശുദ്ധമായ ബാങ്കിന്റെ ശബ്ദം ചെവിയിൽ ശ്രമിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ K കക്കൂത്ത് മുഖ്യപ്രഭാഷണം നടത്തി. 108ഓളം ഹജ്ജ് ഇൻസ്പെക്ടർമാരാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. ഹജ്ജിന് വേണ്ടി 150 പേർക്ക് ഒരാളെന്ന് നൽകി. ഇപ്രാവശ്യവും അത്തരം ആളുകൾ നിങ്ങൾക്ക് കൂടെ ഉണ്ടാവും. പരിചയസമ്പന്നരായ ആളുകൾ, ഹജ്ജും ഉംറയും നിർവഹിച്ച ആളുകൾ. അതിന്റെ പകുതിയോളം ചെലവും കേരള ഗവൺമെന്റാണ് വഹിക്കുന്നത്. ഇപ്പൊ ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, 2 കോടി രൂപ അത്തരത്തിൽ പോകുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ചെലവഴിക്കണം. കേന്ദ്ര സർക്കാർ പകുതി ഹാജിമാരിൽ നിന്ന് ഈടാക്കിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വഹിക്കുന്നത് എന്നുള്ള സമയത്ത് കേരള സർക്കാരിന്റെ ഈ എമൗണ്ട് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒരു അമീറായിട്ട് പോകാൻ നിങ്ങൾ 150 പേർക്ക് ഒരാളെന്നുള്ള ഹജ്ജിന്റെ ഓരോ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മെമ്പർ അനസ് ഹാജി അധ്യക്ഷത വഹിച്ചു. പട്ടയം കവല മജ്ലിസ് ഉന്നൂരി വൽ അബ്രാൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൽ കരീം അൻവരി ദുവാ ചൊല്ലി. ഇടുക്കി ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ KA അജിംസ് സ്വാഗതം ആശംസിച്ചു. കുന്നം ദാറുൽ ഫത്തെ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം സഖാഫി, മുനവറൽ ഇസ്ലാം അറബി കോളേജ് പ്രിൻസിപ്പൽ സെയ്ദ് മുഹമ്മദ് മൗലവി, കാരിക്കോട് നൈനാർപള്ളി ജമാഅത്ത് പ്രസിഡന്റ് PP അബ്ദുൽ അസീസ് ഹാജി, കാരിക്കോട് നൈനാർപള്ളി സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് ഹാജി എന്നിവർ പ്രസംഗിച്ചു. ട്രെയിനിംഗ് ഓർഗനൈസർ VK അബ്ദുൾ റസാഖ് നന്ദി പറഞ്ഞു. CM അസ്കർ, അബ്ദുറഹ്മാൻ പുഴക്കര, അബ്ദുൽ സലാം സഖാഫി എന്നിവർ ക്ലാസ് നയിച്ചു. ഹജ്ജ് ഓർഗനൈസർമാരായ AH ഉബൈസ്, N ഷാനവാസ്, PE അബ്ദുൾ റസാഖ്, KE മുഹമ്മദ്, KK നജീബ്, MM നാസർ, KK പരീദ്, PS അബ്ദുൽ സലാം, സെയ്ദ് മുഹമ്മദ്, PV ഫൈസൽ, ബീന നാസർ, സബിത സുധീർ,
PK സുഹറാമ, KH ലൈല എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ദേശീയ ആയുർവേദ ദിനാഘോഷത്തിന് തൊടുപുഴയിൽ തുടക്കമായി. ഇതിനോടനുബന്ധിച്ച് ആയുർവേദ ദിന വിളംബര ജാഥ നടത്തി. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഭാരതീയ ചികിത്സാ വകുപ്പ് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെറോം വി കുര്യൻ ആയുർവേദ ദിന സന്ദേശം നൽകി. 10ാമത് ദേശീയ ആയുർവേദ ദിനാചരണം തൊടുപുഴയിൽ വെച്ച് നടത്തി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഇടുക്കി ജില്ലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി ആവിഷ്കരിച്ചിട്ടുള്ളത്. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയ ആയുർവേദ ദിന വിളംബര ജാഥ ആരംഭിച്ചു. വിളംബര ജാഥ കാരിക്കോടുള്ള ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സമാപിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K. ദീപക് ഫ്ളാഗ് ഓഫ് ചെയ്തു. ആയുർവേദത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് അത് ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. നമുക്കറിയാം, പുരാതന കാലം മുതൽ നമ്മുടെ ഋഷിവര്യന്മാരുടെ ഒക്കെ സാന്നിധ്യത്തിൽ ആയുർവേദം എന്ന മഹത്തായ ചികിത്സാ രീതി ഈ ലോകത്തിന് നൽകുമ്പോൾ അതിൽ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. കാരണം ഭാരതീയരെ സംബന്ധിച്ച് നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ആളുകളുടെ ശാരീരികമായ അവസ്ഥയ്ക്കുമൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു ചികിത്സാ രീതി ആയുർവേദമാണ് എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുരാതന കാലത്ത് തന്നെ തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആയുർവേദം ചികിത്സ എന്ന് പറയുന്നത് ഏതൊരു രോഗത്തിനും പൂർണ്ണമായ ഒരു പരിഹാരം കാണുന്നതിന് മറ്റ് ഏത് ചികിത്സാ രീതിയെ അപേക്ഷിച്ചും ആയുർവേദത്തിൽ അതിനൊരു സ്ഥാനമുണ്ട്. ഭാരതീയ ചികിത്സാ വകുപ്പ് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെറോം വി കുര്യൻ ആയുർവേദ ദിന സന്ദേശം നൽകി. നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ KS ശ്രീദർശൻ, AMAA ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ റെൻസ് P. വർഗീസ് എന്നിവർ സംസാരിച്ചു. ആയുർവേദ മാനവരാശിക്കും ഭൂമിക്കും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സെപ്റ്റംബർ 30 ജില്ലാ ആയുർവേദ ആശുപത്രി തൊടുപുഴയിൽ വെച്ച് വിപുലമായ പരിപാടികളോടുകൂടി സമാപന സമ്മേളനം നടത്തും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോൺഗ്രസുകാർ ഒരിക്കലും നന്നാകില്ല എന്ന തീരുമാനം എടുത്തതുപോലെ തോന്നുന്നു. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യു നയിക്കുന്ന കർഷക മാർച്ചിനെതിരെയാണ് ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കർഷക മാർച്ച് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവുമായി പ്രിന്റ് ചെയ്ത പോസ്റ്ററുകളാണ് സംസ്ഥാന വ്യാപകമായി പ്രചരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ സെപ്റ്റംബർ 26-നാണ് കർഷക കോൺഗ്രസ് മാർച്ച് നടക്കുന്നത്. കരിമ്പനിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസുകാർ ഒരിക്കലും നന്നാകില്ല എന്ന് തീരുമാനമെടുത്തതുപോലെ തോന്നുന്നു. KPCC സ്ഥാനമാനങ്ങളുടെ പേരിൽ കലഹവുമായി നടക്കുന്നവർ പോഷക സംഘടനകളിലേക്ക് കലഹം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യു നയിക്കുന്ന കർഷക മാർച്ചിനെതിരെയാണ് ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കർഷക മാർച്ച് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവുമായി പ്രിന്റ് ചെയ്ത പോസ്റ്ററുകളാണ് സംസ്ഥാന വ്യാപകമായി പ്രചരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ സെപ്റ്റംബർ 26-നാണ് കർഷക കോൺഗ്രസ് മാർച്ച് നടക്കുന്നത്. കരിമ്പനിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്യും. ചെറുതോണിയിൽ മാർച്ചെത്തുമ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കർഷക കോൺഗ്രസിനെ വിൽപ്പന ചരക്കാക്കിയ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജൂഷ് മാത്യുവിനെ ബഹിഷ്കരിക്കുക എന്ന ആഹ്വാനമാണ് കർഷക രക്ഷാ സമിതിയുടെ പേരിൽ ഇറങ്ങിയിരിക്കുന്ന പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. ഭൂനിയമ ചട്ട ഭേദഗതി വഞ്ചനയ്ക്കെതിരെയാണ് കർഷക കോൺഗ്രസ് കർഷക മാർച്ച് നടത്തുന്നത്. എന്തിലും ഏതിലും ഗ്രൂപ്പില്ലാതെ എന്ത് കോൺഗ്രസ് എന്ന സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കോൺഗ്രസിലുള്ളത്. ജോസഫ് മോനിപ്പള്ളി, സിബി മോനിപ്പള്ളി തുടങ്ങിയവർ നല്ല രീതിയിൽ കൊണ്ടു നടന്ന കർഷക കോൺഗ്രസ് ആണ് ഇപ്പോൾ ഗ്രൂപ്പ് വീതം വെക്കലിൽ വിവാദത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ജനങ്ങളുടെ നന്മയേക്കാൾ വ്യക്തികളുടെ വളർച്ചയ്ക്ക് മുൻതൂക്കം നൽകുന്ന കോൺഗ്രസിന് ഇതൊന്നും അത്ര പുതുമയല്ല. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പുറപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വഴുത്തലയിലുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ആയുർവേദ ദിനം ആഘോഷിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാകുന്നേൽ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് CDPO ബിന്ദു BAയ്ക്ക് കൈപ്പുസ്തകം നൽകിക്കൊണ്ട് കൈപ്പുസ്തക പ്രകാശനവും നിർവഹിച്ചു. ഇടുക്കി DPM ഡോക്ടർ ശ്രീദർശൻ KS ആയുർവേദ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വഴുത്തലയിലുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ആയുർവേദ ദിനം ആചരിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാംകുന്നേൽ യോഗത്തിന്റെ ഉദ്ഘാടനവും കൈപ്പുസ്തക പ്രകാശനവും നിർവഹിച്ചു. CDPO ബിന്ദു BAയ്ക്ക് കൈപ്പുസ്തകം നൽകിക്കൊണ്ട് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർണാംകുന്നേൽ കൈപ്പുസ്തകം പ്രകാശനം ചെയ്തു. നമ്മുടെ ഇടുക്കി ജില്ല ഇപ്പം ഓരോ മേഖല എടുത്തു കഴിയുമ്പോൾ ആയുർവേദ രംഗത്ത്, ഹോമിയോപ്പതി രംഗത്ത്, മറ്റേ നമുക്ക് അലോപ്പതി രംഗത്തും ഒക്കെ
സുദീർഘമായ സേവനം നമുക്ക് ചെയ്യുവാൻ കഴിയും. അവരുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ബഹുമാനപ്പെട്ട ഭാസ്കരൻ ചേട്ടന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഭരണസമിതി നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായിട്ട് ചാർജുണ്ടായിരുന്നു, തൊടുപുഴ ചാർജുണ്ടായിരുന്നു, അതുപോലെ സുരേഷ് ഡോക്ടർ, നമുക്ക് എല്ലാവർക്കും ഈ നാടിനെ പ്രിയങ്കരനായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിയാണ് ഈ ഡോക്ടർ എന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ്. അപ്പോൾ രണ്ടുപേരും ആയുർവേദ ചികിത്സാ രംഗത്ത് ഒത്തിരിയേറെ സംഭാവനകൾ ഈ ജില്ലയ്ക്ക് നൽകിയ വ്യക്തിത്വങ്ങൾ. അതുകൊണ്ട് ഡോക്ടർ മിനി ഡോക്ടറെ പ്രത്യേകം ഞാൻ ജില്ലാ പഞ്ചായത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ പ്രത്യേകം അഭിനന്ദിച്ചുകൂടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ കൈയടിച്ച എല്ലാവരും. ഇടുക്കി DPM ഡോക്ടർ ശ്രീദർശൻ KS ആയുർവേദ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആയുർവേദ റീൽസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മിനി P സ്വാഗതം ആശംസിച്ചു. ഡോക്ടർ ജെറോം V കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെയും പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരെയും ആദരിച്ചു. അപൂർവ ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ 150ഓളം ഔഷധ സസ്യങ്ങളുള്ള ഉദ്യാനം ഡിസ്പെൻസറിയിലുണ്ട്. NABH എൻട്രി ലെവൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള സ്ഥാപനമാണ് ഇത്. ഇത്തവണ കായകൽപ്പം അവാർഡും ഡിസ്പെൻസറിക്ക് നേടുവാൻ സാധിച്ചു. കായകൽപ്പം അവാർഡിന് വേണ്ടി പ്രവർത്തിച്ച ജീവനക്കാർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു സമ്മാനങ്ങൾ നൽകി. ഡിസ്പെൻസറിക്ക് വേണ്ടി ഇത്രയും വേണ്ടി നിരവധി പദ്ധതികൾ അനുവദിച്ച ഭരണസമിതി അംഗങ്ങളെ ഓരോരുത്തരെയും DMO ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ഒപ്പം പഞ്ചായത്ത് ജീവനക്കാരെയും ICDS സൂപ്പർവൈസറെയും ആദരിച്ചു. കുട്ടികൾക്ക് വിതരണം ചെയ്യാനുള്ള 100ഓളം ഔഷധ ചെടികൾ ബാലസംസ്കൃതി കോർഡിനേറ്റർ വിനോദ് KN പഞ്ചായത്ത് പ്രസിഡന്റ് AK ഭാസ്കറിന് കൈമാറി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസി ജോജോ ഔഷധ സസ്യ വിതരണ ഉദ്ഘാടനം നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് MV വിഷയാവതരണം നടത്തി. 2024-25 കാലയളവിലെ വിവിധ പ്രോജക്റ്റുകളുടെ സ്മരണിക പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് DMOയ്ക്ക് കൈമാറി. കുട്ടികൾക്കായുള്ള സ്വർണ്ണ പ്രശ്ന വിതരണ ഉദ്ഘാടനം DMO ഡോക്ടർ ജെറോം V കുര്യൻ നിർവഹിച്ചു. അഡ്വക്കേറ്റ് റെനീഷ് മാത്യു DM, ആൻസി ജോജോ എന്നിവർ ആശംസകൾ പറഞ്ഞു. ഡോക്ടർ ശ്രീകുമാർ MS കൃതജ്ഞത രേഖപ്പെടുത്തി. തുടർന്ന് അനുഗ്രഹ നികേതൻ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജൂബിയൻ വൻവേലിൻ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, പുറപ്പുഴ. ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി കലൂർ മേരിലാൻഡ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ നാഗപ്പുഴ വെമ്പിള്ളി ആയുർവേദ ആശുപത്രി സന്ദർശിച്ചു. ആശുപത്രിയിൽ സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുക്കുവാനാണ് വിദ്യാർത്ഥികൾ അധ്യാപകരോടൊപ്പം എത്തിയത്. കുട്ടികൾക്കൊപ്പം ഡോക്ടർമാരും ജീവനക്കാരും ക്ലാസ്സിൽ പങ്കെടുത്തു. ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ മാത്യൂസ് വെമ്പിള്ളി കുട്ടികൾക്ക് വിവരിച്ചു നൽകി. ആയുർവേദ ചെടികളും മരുന്നുകളുടെ നിർമ്മാണവും കുട്ടികൾക്ക് നേരിൽ കാണുന്നതിനും സൗകര്യമൊരുക്കിയിരുന്നു. 10ാമത് ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് നാഗപ്പുഴ വെമ്പിള്ളി ആയുർവേദ ഹോസ്പിറ്റലിൽ നടത്തിയ സെമിനാറിൽ ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരും കലൂർ മേരിലാൻഡ് പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ്സിലെ 50ഓളം കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. ഹോസ്പിറ്റൽ ക്യാമ്പസിൽ വെച്ച് നടന്ന സെമിനാറിൽ വിവിധ ആയുർവേദ ഔഷധങ്ങൾ പരിചയപ്പെടുത്തുകയും ഇന്റഗ്രേറ്റഡ് ഫാമിംഗിന്റെ ആധുനിക കാലത്തെ പ്രസക്തിയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിനും സാധിച്ചു. വിവിധ ഔഷധ ചെടികളും ഔഷധ നിർമ്മാണവും നേരിട്ട് കണ്ട് പരിചയപ്പെടുകയും ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സന്ദർശിക്കുകയും ചെയ്തു. 2 മണിക്കൂർ നീണ്ടുനിന്ന പരിപാടിയിൽ ആശുപത്രി ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ മാത്യൂസ് വെമ്പിള്ളി, സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രവീന്ദ്രനാഥ് കമ്മത്ത്, ആയുർവേദ മെഡിക്കൽ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ജോയ്സ് ജോർജ്, ഡോക്ടർ വൃന്ദ G നായർ എന്നിവർ കുട്ടികളോട് ആയുർവേദത്തെക്കുറിച്ചും അനുബന്ധ വിഷയങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. നമ്മുടെ പൂർവികന്മാർ അവർ പ്രകൃതിയെ നിരീക്ഷിച്ചും പക്ഷികളെ നിരീക്ഷിച്ചും മൃഗങ്ങളെ നിരീക്ഷിച്ചും അവരും ഈ ചെടികളുമായിട്ടുള്ള ഇടപഴകൽ എങ്ങനെയാണ് നോക്കി ഊഹിച്ച് മനസ്സിലാക്കി ഞാൻ പറഞ്ഞ ട്രയൽ ആൻഡ് എററിലൂടെയാണ് ഈ ആയുർവേദ ശാസ്ത്രശാഖ വളർന്നു വന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായോ? ഈ ഔഷധ സസ്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്? അതിൻ്റെ പേര് കണിക്കൊന്നതാണ്. ആ നിൽക്കുന്നത് പതിമുഖമാണ്, അപ്പുറത്ത് നിൽക്കുന്നത് കുന്തിരിക്കമാണ്. അതിൻ്റെ ഇല ചുവപ്പാണ്, മഞ്ഞയാണ്, ചെറുതാണ്, നീളമുള്ളതാണ്, നീളം കുറഞ്ഞാണ്, മുള്ളുള്ളതാണ്, മുള്ളില്ലാത്തതാണ്. അങ്ങനെയൊക്കെ പഠിച്ചിട്ട് തന്നെ കാര്യം. ഒരുപാട് പേരുണ്ട്, പര്യായങ്ങൾ കാണും കേട്ടോ. പല സ്ഥലത്തും ചിലപ്പോൾ പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ട്. കുടവൻ, കുടങ്ങൽ, മുത്തിൽ. ഇംഗ്ലീഷുകാർ ഇതിനെ പെന്നി വേട്ടെന്ന് പറയും. കാരണം പെന്നി അതായത് ഒരു നാണയത്തിൻ്റെ ഷേപ്പായിരിക്കും.
PEN. P stands for prevention of injuries. സോ നിങ്ങൾ കളിക്കാനൊക്കെ പോകുമ്പോൾ ബിവെയർ. എന്ത് ഗെയിം ആണെങ്കിലും അവിടെ ഒരു പ്രിവെൻഷൻ ആണ് ബെറ്റർ ദാൻ ക്യൂർ. ട്രീറ്റ്മെൻറ്റിനേക്കാൾ നല്ലത് പ്രിവെൻഷൻ തന്നെയാണ്. അപ്പോൾ ഒരു ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുമ്പോൾ യു ബി കെയർഫുൾ. സ്ട്രെച്ച് ചെയ്ത് വാമപ്പ് ചെയ്ത് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം കളിക്കാവുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഫസ്റ്റ് ലൈൻ പ്രിവെൻഷൻ. സെക്കൻഡ് ലൈൻ ഇസ് R. R സ്റ്റാൻഡ്സ് ഫോർ റെസ്റ്റ്. ഒരു ഇഞ്ചുറി വന്ന ആ ഭാഗത്തിന് വിശ്രമം കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. I stands for ice. Application of cold. Ice bag. യോഗത്തിൽ ഡോക്ടർ മെറിൻ വെമ്പിള്ളി സ്വാഗതവും പോൾ മാത്യൂസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. കോതമംഗലം ബ്ലോക്കിലെ ആയിരൂർപ്പാടം ക്ഷീരോത്പാദക സഹകരണ സംഘം കെട്ടിടത്തിൽ അനുവദിച്ച പിണ്ടിമന മൃഗാശുപത്രിയുടെ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ SM അലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കേരള സർക്കാർ മൃഗസംരക്ഷണ വകുപ്പ് പിണ്ടിമന പഞ്ചായത്ത് 10ാം വാർഡ് അയിരൂർപ്പാടം ക്ഷീരോത്പാദക സഹകരണ സംഘം കെട്ടിടത്തിൽ അനുവദിച്ച പിണ്ടിമന മൃഗാശുപത്രിയുടെ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. കർഷകർക്ക് ആവശ്യമായ സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു നൽകേണ്ടത് ഗവൺമെന്റിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും ഒക്കെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇത്ര ഒരുപാട് വർഷങ്ങളായി ഉന്നയിച്ചിരുന്ന ആ ഒരു ആവശ്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ഇന്നിപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഒട്ടേറെ ക്ഷീര കർഷകരോട് ഒത്തുകൂടിയിട്ടുണ്ട്. ഇവിടെ സംഘത്തിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പ്രത്യേകം വിശദീകരിക്കേണ്ടത്. അപ്പോൾ നല്ല നിലയിൽ തന്നെയാണ് ഈ സംഘത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 8, 9, 10, 11 വാർഡുകളില്ലേ, ഏതാണ്ട് 4 വാർഡ് പ്രദേശങ്ങളിൽ വരുന്ന ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ കോട്ടപ്പടിയുടെയും നെല്ലിപ്പുഴയുടെയും കുറെ പഞ്ചായത്തുകളിൽ കുറെ പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും ഈ ഒരു സബ് സെന്റർ വളരെ ആശ്വാസമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ നല്ല നിലയിൽ തന്നെ ഇതൊരു കൂട്ടായ്മയുടെ വിജയം എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ക്ഷീരമേഖലയിൽ ഒട്ടേറെ കർഷകർ അവര് ഒരു സ്വയം തൊഴിൽ എന്നുള്ള നിലയിലാണ്. ഞാൻ ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ഒരു ദിവസം പൂർണ്ണമായി, ക്ഷീരകർഷകരെ സംബന്ധിച്ച് പൂർണ്ണമായി ഒരു ദിവസം പൂർണ്ണമായി അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആ തൊഴിൽ അല്ലെങ്കിൽ അത് നിർവഹിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. ക്ഷീരകർഷകരെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമായ പിന്തുണയും പരിഗണനയും ഒക്കെ കൊടുക്കേണ്ടത് ആ നിലയിൽ തന്നെ ഇടപെടണമെന്നുള്ളതാണ് ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ SM അലിയാർ മാഷ് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ, ജനപ്രതിനിധികളായ വിൽസൺ കെ ജോൺ, TK കുമാരി, സിജി ആന്റണി, ലത ഷാജി, ലാലി ജോയ്, ക്ഷീരസംഘം പ്രസിഡന്റ് ജെയ്സൺ ജോർജ്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ബിനു സാജു, TA ടോമി, TA അപ്പുക്കുട്ടൻ, സജിത് കെ വർഗീസ്, AR ജയചന്ദ്രൻ, സംഘം സെക്രട്ടറി അനുഷ T സജീവ്, ഡോക്ടർ വിക്ടർ ജുബിൻ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. മൃഗാശുപത്രി സബ് സെന്ററിന് വാടക കൂടാതെ കെട്ടിടം നൽകി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകിയ ക്ഷീരോത്പാദക സഹകരണ സംഘം ഭരണസമിതിയെ ചടങ്ങിൽ MLA അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഭൂപതിവ് ചട്ടഭേദഗതിക്കെതിരെ അറക്കുളത്തെ കർഷക കൂട്ടായ്മ. എല്ലാ നികുതിയും അടച്ച് ചട്ടങ്ങൾ പാലിച്ച് അനുമതിയോടെ നിർമ്മിച്ചവയെല്ലാം വൻതുക പിഴ ചുമത്തി ക്രമവൽക്കരിക്കാനുള്ള നീക്കം കർഷകരോടുള്ള വെല്ലുവിളിയാണെന്ന് നേതാക്കൾ പറഞ്ഞു. സബ് രജിസ്ട്രാർ ഓഫീസിന് മുമ്പിൽ നടത്തിയ കർഷക കൂട്ടായ്മയ്ക്ക് മൈക്കിൾ പുരിയിടം, ജെയ്സൺ കുന്നംപുറത്ത്, തങ്കച്ചൻ പെരുമാമ്പള്ളിയിൽ, ബേബിച്ചൻ മുതുപ്ലാക്കൽ, ജോസുകുട്ടി തടിയൻപ്ലാക്കൽ, ടോമി തുരുത്തിക്കര എന്നിവർ നേതൃത്വം നൽകി. സർക്കാർ കൊണ്ടുവന്ന നിയമത്തിലെ ചട്ടഭേദഗതിയെക്കുറിച്ച് അറക്കുളം കർഷക കൂട്ടായ്മ മൂലമറ്റത്ത് പഠനം നടത്തി. എല്ലാ നികുതിയും അടച്ച ചട്ടങ്ങൾ പാലിച്ച് അനുമതിയോടെ നിർമ്മിച്ചവയെല്ലാം വൻതുക പിഴ ചുമത്തി ക്രമവൽക്കരിക്കുവാനുള്ള നീക്കം കർഷകരോടുള്ള വെല്ലുവിളിയാണെന്ന് നേതാക്കൾ പറഞ്ഞു. 2012 കേരള പതിവ് നിയമത്തിൽ കൊണ്ടുവന്ന സെക്ഷൻ 7 ഭേദഗതി പ്രകാരം ഏത് ചട്ടവും ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം സർക്കാരിനുണ്ട്. കൃഷിക്കും വീടിനും എന്നതിനോടൊപ്പം മറ്റാവശ്യങ്ങളും എന്ന് മാത്രം കൂട്ടിച്ചേർത്ത് ഈ പ്രശ്നം പരിഹരിക്കണം. ഭൂപതിവ് ചട്ടഭേദഗതി പൂർണ്ണമായും പിൻവലിച്ച് പട്ടയത്തിലെ ചട്ടത്തിൽ മറ്റാവശ്യങ്ങളും എന്ന് മാത്രം കൂട്ടിച്ചേർക്കണമെന്ന് പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി. കൃഷിക്കും ഭവനപണിയിൽ മാത്രം നൽകിയ സ്ഥലത്ത് പണിയുവാൻ അർഹതയുള്ളതല്ല. അപ്പോൾ സർക്കാർ പറയുന്ന ഹൈക്കോടതി പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഇതെല്ലാം ക്രമപ്പെടുത്തുക എന്നുള്ള ഒരു പുതിയ നിയമമാണ് ഉണ്ടാക്കിയത്. അതായത് നമ്മള് സർക്കാരുകളെ നിശ്ചയിക്കുന്ന എല്ലാ പേപ്പറുകളും നൽകി സർക്കാരുകളുടെ അനുമതിയോടുകൂടെ നമ്മൾ നിർമ്മിച്ച ഓരോ കെട്ടിടവും ഓരോ ഭവനങ്ങളും വീണ്ടും ക്രമപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്.
അധികാരമില്ലാതെ പണിത കെട്ടിടങ്ങളല്ല, ടാക്സ് കൊടുക്കാത്ത കെട്ടിടങ്ങളല്ല, അനുവാദമില്ലാതെ പണിത കെട്ടിടങ്ങളല്ല. പക്ഷെ ഈ കെട്ടിടങ്ങളെല്ലാം വീണ്ടും ക്രമപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ റവന്യൂ വരുമാനം മുഴുവൻ ഇന്ന് പ്രവർത്തിച്ചിരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ്. സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ നടത്തിയ കർഷക കൂട്ടായ്മയ്ക്ക് മൈക്കിൾ പുരയിടം, ജെയ്സൺ കുന്നുംപുറത്ത്, തങ്കച്ചൻ പെരുമാമ്പള്ളിയിൽ, ബേബിച്ചൻ മുതുപ്ലാക്കൽ, ജോസുകുട്ടി തുടിയൻപ്ലാക്കൽ, ടോമി തുരുത്തിക്കര എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. KSSIA ഇടുക്കി ജില്ലാ കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ആദം സ്റ്റോറിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഓഫീസിൽ ചേർന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സുനിൽ വഴുതലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് ചെറുകിട വ്യവസായി അസോസിയേഷൻ ഇടുക്കി ജില്ലാ കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. തൊടുപുഴ ആദം സ്റ്റാറിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഓഫീസിൽ ചേർന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സുനിൽ വഴുതലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളെല്ലാവരും ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കൊരു ഈ കാര്യത്തിൽ ഈ മേഖലയിൽ കൂടുതൽ മുൻപോട്ട് പോകുമ്പോൾ വിജയകരമായി മുൻപോട്ട് പോകാൻ സാധിക്കും എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. ഈ ഓണാഘോഷ പരിപാടി തീർച്ചയായും സംഘടനയുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒത്തുചേർന്ന വളരെ ആഘോഷമായ കലാപരിപാടികളും ഒക്കെ ഇവിടെ നടത്തിയിരിക്കുകയാണ്. ഇതുപോലെയുള്ള കൂട്ടായ്മകൾ മാനസികമായുള്ള ബിസിനസ്സുപരമായി മാത്രമല്ല മാനസികപരമായ ഉല്ലാസങ്ങളെയൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു വേദി കൂടി ആവും എന്നുള്ളത് കൊണ്ടും ഈ ഓണാഘോഷം എല്ലാവർക്കും ഐശ്വര്യമുള്ളതായി മാറട്ടെ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഓണാഘോഷ പരിപാടിയുടെ ഈ കുടുംബ സംഗമ പരിപാടി നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നടത്തുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് റെജി വർഗീസ് സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ ട്രഷറർ ബിജു PV ആമുഖ അവതരണവും മുൻ പ്രസിഡന്റ് ബേബി ജോർജ് ഓണ സന്ദേശവും നൽകി. സംസ്ഥാന ട്രഷറർ B ജയകൃഷ്ണൻ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ, ട്രസ്റ്റി ജോസഫ് T സിറിയക്, ലീഡ് ബാങ്ക് മാനേജർ വർഗീസ് M മാത്യു എന്നിവർ ആശംസയും ഡിസ്ട്രിക്ട് സെക്രട്ടറി ജോബി ചെറിയാൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് സമ്മാനദാനവും നിർവഹിച്ചു. മോഷ്ടാവിനെ കൊണ്ട് വലഞ്ഞ് ഉടുമ്പന്നൂർ ടൗൺ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 5 സ്ഥാപനങ്ങൾ കുത്തിത്തുറന്ന് മോഷണവും മോഷണ ശ്രമവും നടത്തി. ഉടുമ്പന്നൂരിലെ 2 കടകളിലാണ് ചൊവ്വാഴ്ച വെളുപ്പിന് കള്ളൻ കയറിയത്. പനച്ചിക്കൽ ഹംസ, കാവാട്ട് അഷ്റഫ് എന്നിവരുടെ കടകളിലാണ് മോഷണം നടന്നത്. പോലീസ് നിസ്സംഗത പാലിക്കുന്നതിൽ വ്യാപാരികൾക്ക് കടുത്ത പ്രതിഷേധമുണ്ടെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അശ്വതി മധുവും സെക്രട്ടറി സാജുവും പറഞ്ഞു. മോഷ്ടാവിനെ കൊണ്ട് വലഞ്ഞ് ഉടുമ്പന്നൂർ ടൗൺ. ഉടുമ്പന്നൂരിലെ 2 കടകളിലാണ് ചൊവ്വാഴ്ച വെളുപ്പിന് കള്ളൻ കയറിയത്. പനച്ചിക്കൽ ഹംസ, കാവാട്ട് അഷ്റഫ് എന്നിവരുടെ കടകളിലാണ് മോഷണം നടന്നത്. രാവിലെ 3 മുതൽ 3:30 വരെയുള്ള സമയത്താണ് മോഷണം. കുറച്ചു ദിവസം മുമ്പ് പറമ്പുകാട്ട് ഷാജിയുടെ കടയിലും മോഷണം നടന്നു. കരിമണ്ണൂർ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ രാത്രി സമീപ പ്രദേശങ്ങൾ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിൽ വന്ന് ഇവിടെ കയറാനുള്ള ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട്. ഈ ക്യാമറ മറയ്ക്കുന്നു, അത് കഴിഞ്ഞാൽ അത് TV ഓഫ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ ശേഷം അതിൻ്റെ അകത്ത് കയറി വരുന്നു. ഇവിടെ വരുന്ന പൈസ എടുക്കുന്നു, ഇവിടുന്ന് കടന്നു പോകുന്നു. ബാക്കി ദിവസം തന്നെ ഇതിൽ കടന്ന് കുറേയൊക്കെ തന്നെ ഇറങ്ങി കടന്നു പോകുന്നു. ഇങ്ങനെ തേങ്ങ, കഞ്ചി, പിന്നെ കോവയ്ക്ക വേണ്ടിയിട്ടുണ്ടായിരുന്നു. പഴം എടുത്ത് കണ്ടിട്ട് നമ്മൾ അറിയില്ല, പലരും നമുക്ക് തന്നെ ഓണം അറിയില്ല. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി എന്ന് വെച്ചാൽ CCTV ചെയ്തില്ല. ആ CCTV ചെയ്തു. അതിൻ്റെ മുകളിൽ കയറി വർക്ക് ചെയ്ത പൈസ പോയിട്ടാണ് മാറ്റി വെച്ചു. എന്നിട്ട് കഴിഞ്ഞ ഒരു 10-15 ദിവസമായി ഉടുമ്പന്നൂരിൽ മോഷണം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു.
വലിയ കാര്യമായൊന്നും മോഷണം പോയിട്ടില്ല എങ്കിൽ പോലും 1000-ഉം 2000-ഉം ഒക്കെ വെച്ച് പല കടക്കാരുടെയും നഷ്ടമുണ്ടാക്കും. അതിലുപരിയായി രാത്രികാലങ്ങളിൽ പൂട്ട് തല്ലിപ്പൊളിച്ച് കടകളിൽ കയറി CCTV ക്യാമറ മറിച്ച് CCTV ഓഫ് ചെയ്ത് മോഷണം നടത്തുന്ന ഒരു നിരന്തര പരമ്പരയാണ് ഇപ്പോൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മോഷ്ടാവ് മുഖം മറച്ചാണ് കടയിൽ കയറുന്നത്. കടയിലുള്ള CCTV പരിശോധിച്ചാൽ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. നേരെ മറിച്ച് പരിസര പ്രദേശങ്ങളിലുള്ള CCTV പരിശോധിച്ചാൽ ഒരു പക്ഷേ അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ഞങ്ങൾ പോലീസിനോട് പല CCTVകളും പരിശോധിക്കാൻ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, പക്ഷേ പരിശോധിക്കപ്പെട്ടിട്ടില്ല. എന്തായാലും ഇത് ഉടുമ്പന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായ ഒരു ഭീഷണിയായി നിലനിൽക്കുകയാണ്. നിരന്തരമായിട്ടുള്ള മോഷണം, ഭയാനകമായ ഒരു ഭയപ്പാട് ഞങ്ങളുടെ കച്ചവടക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പോലീസിന് ഒട്ടേറെ സംവിധാനങ്ങളുണ്ട്, ഡോഗ് സ്ക്വാഡുണ്ട്, അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരുണ്ട്. അവരെ ആരെക്കൊണ്ടെങ്കിലും ഒക്കെ ഒന്ന് പരിശോധിപ്പിച്ച് ഇതാരാണെന്നുള്ളത് മനസ്സിലാക്കി ഒരു പരിശോധനയൊക്കെ നടത്തിയാൽ തന്നെ മോഷണത്തിനൊരു അറുതി വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മോഷ്ടാവിന്റെ മുഖം മറിച്ച ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രതിയെ സംബന്ധിച്ച് ഏകദേശ വ്യക്തത വന്നിട്ടുണ്ടെന്നും വൈകാതെ പിടികൂടാൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷയെന്നും കരിമണ്ണൂർ ഇൻസ്പെക്ടർ VC വിഷ്ണുകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ നേതൃത്വത്തിൽ 2ാം വർഷ വോളണ്ടിയർമാർക്കുള്ള 8 മണിക്കൂർ ദൈർഘ്യമുള്ള ഏകദിന ഓറിയന്റേഷൻ ക്യാമ്പ് നടത്തി. തൊടുപുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSന്റെ നേതൃത്വത്തിൽ 2ാം വർഷ വോളണ്ടിയർമാർക്കുള്ള 8 മണിക്കൂർ ദൈർഘ്യമുള്ള ഏകദിന ഓറിയന്റേഷൻ ക്യാമ്പ് നടത്തി. ഇതിനോടനുബന്ധിച്ച് മാനസ ഗ്രാമനിവാസികൾക്കായി ജില്ലാ പഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലുമായി സഹകരിച്ച് ആയുർവേദ ക്യാമ്പ് സുഗതം ഡോക്ടർ കബീർ, ഡോക്ടർ നീരജ, ഡോക്ടർ ഫെബിൻ, ഫാർമസി സ്റ്റാഫുകൾ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ നിർവഹിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി NSS റിസോഴ്സ് പേഴ്സൺ പ്രിയ മുഹമ്മദ് അലി TPയുടെ നേതൃത്വത്തിൽ സ്വായത്തം ലൈവ് സ്കിൽസ് സെക്ഷനും ആത്മകം സഹപാഠിക്ക് ഒരു കൈത്താങ്ങായി എന്നിവയും നടത്തപ്പെട്ടു. PTA പ്രസിഡന്റ് മുഹമ്മദ് ഫസിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഹെഡ് മിസ്ട്രസ് സുജ TK സ്വാഗതവും പ്രിൻസിപ്പൽ ഇൻചാർജ് വിനീത റേച്ചൽ ആശംസയും വോളണ്ടിയർ പാർവതി ഫീഡ്ബാക്കും NSS പ്രോഗ്രാം ഓഫീസർ റീന വർഗീസ് നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിസ്ഥാന സൗകര്യം ഒരുക്കാതെയുള്ള സ്കൂൾ കെട്ടിട ഉദ്ഘാടനത്തെ ചൊല്ലി തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലിൽ തർക്കം. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന സമൃദ്ധ ഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ ആയുർവേദ ദിനാഘോഷത്തിന് തൊടുപുഴയിൽ തുടക്കമായി. ഇതിനോടനുബന്ധിച്ച് നടത്തിയ വിളംബര ജാഥ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് ഫ്ളാഗ് ഓഫ് ചെയ്തു. പുറപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വഴുത്തലയിലുള്ള ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ആയുർവേദ ദിനം ആഘോഷിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജച്ചൻ ഇറണാകുന്നേൽ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഭൂപതിവ് ചട്ടഭേദഗതിക്കെതിരെ അറക്കുളത്തെ കർഷക കൂട്ടായ്മ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.